ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവിടുത്തെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്, അവിടോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അച്ചുകൂട്ടനുണ്ട്, അമ്മയുണ്ട്. അച്ഛയാണെങ്കിൽ ഇപ്പോഴേ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ അച്ഛ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. അപ്പം 11 മണിയാകുമ്പോഴത്തേനും നമ്മുടെ സാധനം തുടങ്ങും. അപ്പോൾ ഇവിടെ നിന്നൊരു 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കിങ് ബുക്ക് ചെയ്തു. പാർക്കിങ്ങിന് 28 രൂപ. നേരത്തെ നമ്മളത് ബുക്ക് ചെയ്യണം. ഇതിങ്ങനെ ഫുള്ളി ഇങ്ങനെ ക്യൂ ആയി കിടക്കുവാണ്. പാർക്കിങ്ങിന്റെ ക്യൂവിലോട്ടുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എഡിനാണെ ഭയങ്കര എക്സൈറ്റഡ് ഇരിക്കുക അല്ലടാ കള്ളാ. എത്തുവോ? നീ പോയിട്ടുണ്ടോ ഇവിടെ? അതെപ്പോ ഞാൻ എങ്ങനെയുണ്ടത്? നമ്മളറിയില്ല. നീ പോയാ ഇയാള് കൊള്ളാലോ. ഞാൻ പോയിട്ടുണ്ട്. എടാ കള്ളാ. ഗൈസ്, അപ്പൊ ഇവന്റെ സെക്കൻഡ് ട്രിപ്പാണ് ഇങ്ങോട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ ഫസ്റ്റ് ആട്ടോ. അപ്പൊ സ്കൂളിൽ നിന്ന് എപ്പോഴാ പോയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് ഉള്ളിൽ കയറിട്ട് കാണാവേ. പാർക്കിങ്ങിന്റെ പരിപാടിയൊക്കെ നമുക്ക് നോക്കാവേ. ഗൈസ്, അപ്പൊ നമുക്ക് കുറെ നേരം അവിടെ ക്യൂ ഉണ്ടായിരുന്നു. ക്യൂ കഴിഞ്ഞിട്ട് നമ്മളൊരു സാധനം സ്കാൻ ചെയ്തിട്ട് നമ്മളിതേ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഗൈസ്, ഇച്ചിരി നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കതേ ഉള്ളിലോട്ട് കയറാം. എല്ലാവരും ഇവിടെ മതിലിയാടിയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് മതിലിയാടേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇത് കണ്ട് ഈ മതിൽ നമ്മൾ ചാടിയാണ് സാധാരണ വരുന്നതെന്നാണ് തോന്നുന്നത്. എല്ലാവരും അങ്ങനെ ചാടുന്നുണ്ട്. വണ്ടി ഉണ്ടോ ഗൈസ്? സീനല്ലേ, ഒരു സീൻ ബൈക്ക് ഇരിക്കുന്നുണ്ടല്ലേ ഗൈസ്. ഇത് കണ്ടില്ല ഇവിടുത്തെ ബോർഡുകൾ കാര്യങ്ങളൊക്കെ അതേതൊക്കെ. പിന്നെ അതേ പിള്ളേരെ ഹൈറ്റ് നോക്കുന്നത്. പിന്നെ ഇതെന്താ ഇത്? ഓ ഗൈസ്, ഇത് കണ്ടത് ഹൈറ്റിന്റെ ഒക്കെ ഓരോന്നോരോന്ന് കാണിക്കുന്ന കേട്ടോ. ഓരോന്നോരോന്നോരോന്നൊക്കെ ഇങ്ങനെ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മാപ്പാണ്. മറ്റേ മൊത്തത്തിൽ കാണിക്കുന്ന ഒരു മാപ്പ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എവിടെയൊക്കെയാണ് എങ്ങോട്ടാണ് പോകുന്നത് എല്ലാം ഉണ്ട്. ഇത്ര സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഓ ഗൈസ്, ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ മെയിൻ റൈഡ് ഏതാടാ? ഫോബിയ ഫിയറോ? അതെവിടെ എൻ്റെ അകത്ത്? ഫോബിയ ഫിയർ ഗൈസ്. ഫോബിയ ഫിയർ നിങ്ങൾ കണ്ടോ? ഇവിടെ ഫോബിയ ഫിയർ കാണുന്നില്ലല്ലോ. ഇതാണോ ഫോബിയ ഫിയർ? ഇതാണോ ഫോബിയ ഫിയർ? ഗൈസ്, ഇതായിരിക്കും ഫോബിയ ഫിയർ. ഇത് ഗൈസ്, ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇന്നത്തെ എൻട്രി പോയിന്റ്. അപ്പൊ എൻട്രി പോയിന്റ് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് എല്ലാവരും മറ്റേ ഒരു മഞ്ഞയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അച്ചുക്കൂട്ടിന് അമ്മ ഇതേ പോകുന്ന ഫ്രണ്ടില് ആ സാധനം കണ്ടോ? അത് മറ്റേ ഫറി. ഇതിന്റെ പേരെന്താ? ഓ ഗൈസ്, ഈ സാധനം നൈസ് ആയിരിക്കും. എല്ലാത്തിനും കയറണം ഗൈസ്. അപ്പൊ നമ്മൾ ഓരോ റൈഡിൽ കയറുമ്പോൾ നമുക്ക് കാണാവേ. ഗൈസ്, നമ്മൾ ആദ്യം കയറാൻ വന്ന സാധനം ഇതാട്ടോ. ഇത് അത്ര പേടിപ്പെടുത്തുന്ന സാധനം അല്ലെന്ന് തോന്നുന്നു. ഇവിടെ കാണാൻ ഇത് കയറാൻ വേണ്ടി കുറെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. അമ്മയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ചിക്കോട്ടാ, എക്സൈറ്റഡ് ആണോ ഇതൊക്കെ കയറാൻ? എക്സൈറ്റഡ് ആണല്ലേ. നമുക്ക് ഇത് തന്നെ ആദ്യത്തെ സാധനം നമുക്ക് കയറി നോക്കി. ഇതാണ് ആദ്യം വന്നപ്പോൾ തന്നെ കണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് കയറി നോക്കിയത് എങ്ങനെയുണ്ടെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിട്ട് പറയാം ഗൈസ്. ഗൈസ്, അപ്പോഴത്തേ നമ്മൾ റൈഡിൽ കയറിയിട്ടുണ്ട്. ഇതിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കറക്കും. അപ്പം നമുക്കാണെങ്കിൽ ഇതുണ്ട്. അമ്മയ്ക്ക് ഇപ്പറ സീറ്റ് കിട്ടി. അമ്മ ഹായ് പറ. എൻ്റെ അച്ചിക്കൂട്ടിനും പുറകിലുണ്ട്, പുറകിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതേ നമുക്ക് പോവാം റൈഡിന്. ഫസ്റ്റ് റൈഡ് നോക്കാം. ഗായ്സ്, ആദ്യത്തെ റൈഡ് അത്ര പേടിക്കുന്ന റൈഡൊന്നും അല്ലായിരുന്നു. ജസ്റ്റ് ചെറിയൊരു ഇത് ഒരു 10-ൽ 5 കൊടുക്കുന്ന എത്തുന്ന റൈഡാണ് അല്ലേ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലായിരുന്നു അല്ലേ ഗായ്സ്? അമ്മയ്ക്ക് അച്ചിക്കൂട്ടിന് ഇഷ്ടപ്പെട്ടോടാ? ഗൈസ്, കുഴപ്പമില്ലായിരുന്നു. ഒരു 10-ൽ 5 കൊടുക്കുക ഈ റൈഡിന്. ഇനി അടുത്ത റൈഡ് നമ്മൾ കയറിയിട്ട് പറയാം. ഇവിടെ തന്നെ ഒരു റൈഡ് ഉണ്ട്, നമ്മൾ അത്തേലും ഒന്ന് കയറിയിട്ട് വരാം. ഓ ഗൈസ്, ഇത് ഇച്ചിരി പേടിക്കുന്നതാണെന്ന് തോന്നുന്നു ഗൈസ്. പേടിക്കുന്ന റൈഡാണ്, എന്നാലും ഒരു രസമുള്ളൂ ഗൈസ്. ഓ ഗൈസ്, അവിടെ കിടിലൊരു സാധനം. എടാ, അവിടെ കിടിലൻ റൈഡ് ഉണ്ടോ? എവിടെ? ഓ ഗൈസ്, അവിടെ ഒരു കിടിലൻ റൈഡ് അങ്ങോട്ടേക്ക് കൊണ്ട് പോകുന്നത്. നമുക്ക് അതേലോട് അത് നോക്കണം ഗൈസ്. നമുക്ക് ആദ്യത്തെ കയറിയിട്ട് വരാം. ഇത് കണ്ട് ഗൈസ്, പുറകിൽ ഇത്രയും വലിയ ഒരു റൈഡായിട്ട് കിടക്കുന്നുണ്ടല്ലേ. ഇതിലോട്ടാണ് നമ്മുടെ അടുത്ത പോകാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത റൈഡ് വരുന്നത്. ഇതിന് നാട്ടിൽ നമുക്ക് ഇത് വണ്ടർലയിലുള്ള റൈഡാണ് ഗൈസ് ഈ സാധനം. അതിൻ്റെ പേര് എന്തായാലും നാട്ടിലല്ല, ബാംഗ്ലൂരിലെ വണ്ടർലയിൽ ഇതുണ്ട്. നാട്ടിലെ വണ്ടർലയിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതേ കയറുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്തൊരു മെയിൻ റൈഡ് ഉണ്ട് ഗൈസ്. അവിടെ കണ്ടോ? അതിങ്ങനെ വളഞ്ഞു ഇങ്ങനെ ഒറ്റ കുത്തനെ പോകുന്ന സാധനമുണ്ട് ഗൈസ്. അതേലാണ് നമ്മൾ ഇത് കഴിയുമ്പോഴത്തേനും, അല്ലെങ്കിൽ അതെന്തായാലും കയറണം ഗൈസ്. അത് മെയിൻ ആണെന്ന് ഇവിടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പോയി കയറാം ആദ്യം. ഓ
ഓ ഗൈസ് ഈ റൈഡ് കണ്ടില്ല, ഇത് സീനാണെന്നാണ് തോന്നുന്നത്. ഓ ഗൈസ് സീൻ സാധനം. ഓ ഗൈസ് ഇത്രേ ഉള്ളൂ, റൈഡ് കഴിഞ്ഞോ? ഗൈസ് ഞാൻ ഓർത്ത് റൈഡ് ഇച്ചിരി നേരം കൂടെ കാണുമെന്ന് ഓർത്ത്, പക്ഷേ ഇത് ഒറ്റ റൗണ്ടിൽ നിർത്തി കേട്ടോ. നമ്മൾ അടുത്ത റൈഡേ കയറിയിട്ടുണ്ട്. അപ്പം ഇതാണെങ്കിൽ കുറച്ചു നേരമായിട്ട് മറ്റേ ഓയിൽ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തി വെച്ചേക്കായിരുന്നു. ഇപ്പം ഞങ്ങളിത് അടുത്ത ബാച്ച് പോലെ ഒന്ന് കയറിയിട്ടാണ്, കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. അച്ചിക്കുട്ടനും അമ്മയ്ക്ക് ഇതേ പുറത്തെ സീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൈസ് ബാംഗ്ലൂരിലെ റോളർ കോസ്റ്റർ ഒന്നുമല്ല ഗൈസ്, ഈ സാധനത്തോണ്ടല്ലോ എൻ്റെ പൊന്നു സൈക്ക് സാധനം. അയ്യോ തല പെരുത്തു പോയി ഗൈസ്, അമ്മാതിരി സ്പീഡും ഒരു എന്തുവാ ഗൈസ് ഇത് ഞാൻ ഈ ബാംഗ്ലൂരിൽ ഇത്രയൊന്നും പേടിച്ചില്ല ഗൈസ്, പക്ഷേ ഇതിൻ്റെ അകത്ത് ശരിക്കും പേടിച്ചു ഗൈസ്. പേടിക്കുന്ന റൈഡ് നല്ല രസമുള്ളൂ, ശരിക്കും പേടിച്ചു. അമ്മയൊക്കെ കണ്ടോ ഗൈസ് വരുന്ന കണ്ടോ, അമ്മ റൈഡിലുണ്ട് ഇനി ഇല്ലെന്നാ പറയുന്നത്. ഗായ്സ് ഇത് നമ്മൾ ഞാൻ വിചാരിച്ച പോലല്ല ഗൈസ്, ഇത് മറ്റേ ബാംഗ്ലൂരിലെ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കും ഗൈസ്. ഇത് ഭയങ്കര വിഷയം സാധനമാണ് ഗൈസ്. നമുക്ക് അടുത്ത റൈഡൊക്കെ കയറാം. മറ്റേത് തന്നെ ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പേടിക്കുന്ന ഐറ്റം, ഫോബിയ കോസ്റ്റർ എന്ന് പറയുന്നത്. എൻ്റെ പൊന്നോ, അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഗൈസ്. ഈ മണ്ടയ്ക്കോട്ട് നോക്കി, ഇത് കണ്ടോ, ഇത് മൊത്തത്തിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട്, ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ടോ. ഓ ഗൈസ് ഈ സാധനം സീനായിരിക്കും എന്നാണ് ഈ തോന്നുന്നത്. കയറിയിട്ട് അറിയത്തുള്ളൂ എങ്ങനെയായിരിക്കും തീരുന്നതെന്നുള്ളൊരു ഇത്. ഇത് കണ്ടോ, ഇതാണ് സാധനം, ഇതിങ്ങനെ പോകും. ഇത് കണ്ടില്ല ഗൈസ്, ഇതിങ്ങനെ കറങ്ങിയിട്ടുണ്ട്, മൊത്തത്തിൽ വളഞ്ഞ് അങ്ങനെ പോകുന്നൊരു സാധനമാണ് ഗൈസ്. ഇത് കണ്ട് അവർ പോകുന്നുണ്ട്. നമുക്ക് നോക്കി ഒരു റൈഡ് എങ്ങനെ ഉണ്ടെന്നേ. ഓ ഗൈസ് സീനാന്ന് തോന്നുന്നു. നേരെ പോകുന്നു. ഓ ഗൈസ് ഇത് കണ്ടോ, എൻ്റെ പൊന്ന്, ഇത് മണ്ടക്കൂടൊക്കെ വളഞ്ഞ് വരുന്നൊരു പരിപാടി കേട്ടോ. കുറ്റി സാധനം, എൻ്റെ ഓനെ കറങ്ങി തിരിച്ചൊക്കെ പോകുന്നു. പേടിയുണ്ടോ കയറാനായിട്ട്? നന്നായിട്ട്. ഭയങ്കര പേടിയാ? നന്നായിട്ട്. ഗൈസ് അത്ര പേടിക്കാനൊന്നുമില്ല, നമുക്ക് നോക്കാം, ഈസി ആയിരിക്കും. മറ്റേത് ഭയങ്കര പേടിയാണ് ഗൈസ്. ഇപ്പം ഇതാണ് ഏറ്റവും പേടിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയത്തില്ല എങ്ങനെയാവും എന്നുള്ളൊരവസ്ഥ. അപ്പോൾ നമുക്ക് ഏതായാലും കയറിയിട്ട് നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് ഒരു സൈക്ക് സാധനം. മറ്റേ മണ്ടയ്ക്ക് വന്നിട്ട് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യും ഗൈസ്, ട്വിസ്റ്റ് ചെയ്യും. എൻ്റെ പൊന്നോ കുറേ ഇവൻ കിടന്ന് കാറിക്കൂ. എൻ്റെ പോലെ ഞാൻ ഓർത്തിവൻ എന്താ പറ്റിയത്. ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു രസമായിരുന്നു. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി വല്ലാത്ത രസമാണ്. നമ്മൾ പോകുന്ന റൂട്ട് മൊത്തം കാണും. ഒരുമാതിരി നമ്മളാണെങ്കിൽ എന്താ റൈഡിലല്ലാന്ന് തോന്നുന്നു. ശരിക്കും നമ്മൾ മറ്റേ അതുവഴി ഇങ്ങനെ മറ്റേ ആ സാധനമൊന്നും ഇല്ല. നമ്മളിങ്ങനെ ഈ ആകാശത്തൂടെ പോകുന്നവരടുത്ത് ഒരു വൈബാണ് മൊത്തത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ശരിക്കും പേടിച്ചു സത്യം പറയാറ്റും. സാധാരണ നമ്മളെ നാട്ടിലെ റൈഡിലൊന്നും ഞാൻ അത്ര പേടിച്ചിട്ട്, പക്ഷേ ഇത് ഇച്ചിരി സീനാണ് ഗൈസ്. ഇവിടുത്തെ റൈഡുകളൊക്കെ ഇച്ചിരി ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ അതേ നമ്മൾ കുറച്ച് നേരമായിട്ട് വ്ളോഗൊന്നും എടുത്തില്ലായിരുന്നു. ഇതിനെ പുറകെ എല്ലാത്തിനും കയറിയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങളത് ഇവിടുത്തെ ബീച്ചുണ്ട്, മറ്റേ ഇങ്ങനെ വേവ് പൂളുണ്ടല്ലോ, ആ ഒരു സാധനത്തിലോട്ട് കയറുവാണേ. ഇവിടെ ഫുള്ളൊരു സെറ്റപ്പാണ് കണ്ടോ, ഭയങ്കര രസമാണ്. ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു വൈബ് ഉണ്ട്. എന്നാൽ ഇപ്പം അത്യാവശ്യം സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇതുണ്ട് പുറകത്തെ സാധനമൊക്കെ ഉണ്ടല്ലേ, അതുണ്ട്. പിന്നെ ദേ അതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ അതിലോട്ട് പോയിട്ട് ചാടിയിട്ട് അപ്പോൾ കാണാം. അപ്പോൾ നമ്മളതേ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതേ ഇറങ്ങി എല്ലാവരും ടയർഡായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പം ഫുഡ് കഴിക്കുകയും ചെയ്യണം. അവിടെ ഇപ്പോൾ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത്, അർജൻറ്റീനയുടെ ഗെയിം കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോവാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഗെയിമും കാണാം, ഫുഡും കഴിക്കാം. അപ്പം ഇപ്പം തന്നെ ഒരു അരമണിക്കൂറായി മാച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പം തന്നെ പോയി പെട്ടെന്ന് അടുത്തുള്ളൊരു എവിടെയെങ്കിലും പോയി കാണാമെന്ന് ഓർത്തു. ഗൈസ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഈ പാർക്കുണ്ടല്ലോ, ഇതാണ് അമേരിക്കയിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടതാണ് ഗൈസ്. സെറ്റ് സാധനം കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് അമേരിക്ക വരുവാണെങ്കിൽ വിസിറ്റ് ചെയ്യണം ഈ പാർക്ക്. പണ്ടപ്പോഴോ ഇങ്ങനെ ഒന്ന് ഞങ്ങൾ വന്നായിരുന്നു, പക്ഷേ ഞങ്ങൾ കയറിയില്ല. അന്ന്
പക്ഷേ ഇപ്പം നിങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെ വന്നതാണ്. അപ്പം നമുക്കിനി റെസ്റ്റോറൻറ്റ് എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് വന്നേക്കാണ്. ഔട്ട് പാക്ക് എന്ന് പറയുന്ന കടയിൽ വന്ന് നമ്മളെല്ലാവരും ഉണ്ട്. ഇതുണ്ട്, ഇതാണ് ആദ്യം നമുക്ക് വന്ന സൂപ്പാണ്. എനിക്ക് അച്ചുക്കുട്ടിന് സൂപ്പ് വന്നു, അമ്മയ്ക്ക് സാലഡ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഷെയർ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ രീതി എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഒരു ബീർ വന്നിട്ടുണ്ട്, ബ്ലൂ മൂൺ. ഇവിടെ തന്നെ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മാച്ച് ബ്രേക്കാണ് 45 മിനിറ്റ്സിൻ്റെ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേക്ക് വരുമ്പോൾ കാണിക്കാവേ. ഗൈസ്, ഇത് കണ്ട്, ഇത് എൻ്റെ റിബ്സ്, ഇത് അമ്മയ്ക്കുള്ള സ്റ്റേക്ക്, ഇത് അച്ചുക്കുട്ടിനുള്ളൊരു ചോപ്ഡ് സ്റ്റേക്ക്. ഓ ഗൈസ്, സെറ്റാണ്. ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നന്നിട്ട് ഊരിപ്പോയിരുന്നുണ്ടായിരുന്നേ. ഒറ്റ വടിച്ചപ്പോഴേ ഇങ്ങനെ വന്നു. എങ്ങനെ ഉണ്ടമ്മേ? കളി കണ്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കാണാവേ.